എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല ഗഫൂർക്ക, നിങ്ങള് ബിസിനസ് ടൂർ കഴിഞ്ഞ എപ്പോഴാ തിരിക്കാനോ? എന്ത് തിരിക്കേ? ഞാനെന്താണ് കാർക്കിക്കുത്തിന് പോകാന്ന് വിചാരിച്ചെങ്കി? എടീ, നമ്മളൊരു ബഡാ കമ്പനിന്റെ ബഡാ മാനേജറാണ്. കമ്പനിന്റെ ആവശ്യത്തിന് പോയാൽ ചിലപ്പോ 1-2 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചെത്താൻ പറ്റൂ. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തിരിച്ചോളി. ഒരു വൈക്ക് പോകുമ്പോ നല്ല മുഖത്തോടെ പോവുമല്ലോ മനുഷ്യൻ. അല്ലാന്ന് നിങ്ങൾ കാർ എടുക്കുന്നില്ലേ? പിന്നെ പെട്രോൾ എന്റെ വാപ്പ അടിക്കോ? എടീ, പെട്രോളിനെ അതിനേക്കാളും വേഗം തീപിടിക്കുന്ന വിലാണ്. ഞമ്മള് നടന്നു പോവും. വെറുതെ അല്ല ആൾക്കാര് പിസ്കൻ ഗഫൂർ എന്ന് വിളിക്കണേ. വേലയും കൂലിയില്ലാതെ കിട്ടണ മുഴുവൻ കളഞ്ഞു വിളിക്കുന്ന അലവലാദികൾ പറയണല്ലേ അത്. ഓല് പറഞ്ഞോട്ടെ റവി, ഇപ്പോഴത്തെ കാലത്ത് പിസ്കാതെ ജീവിക്കാൻ പറ്റൂല. അന്റെ ഓട്ടോനെക്കാട്ടി വേഗത്തിലാണല്ലോ അന്റെ മീറ്റർ പറയുന്നത്. 13 പൈസയും. അത് മീറ്റർ ചാർജ്. പക്ഷെ 10 രൂപ അധികം തരണം. ഞാൻ പോകുമ്പോ കാലി അടിച്ച് പോണ്ടേ? വേണ്ട മോനെ, കാലി മാത്രമായിട്ട് അടിക്കണ്ട. 2 കോഴി ബിരിയാണിയും കൂടി കഴിച്ചോ. എന്നാ 13.50 വേണമെങ്കിൽ പിടിച്ചോ. ഹലോ, നമ്മൾ ഗഫൂർ ഖാൻ, KMK കമ്പനിയുടെ GM ആണ്. വെൽക്കം സർ. ഇവിടെ റൂമിനൊക്കെ എന്താണ് ചാർജ്? സർ, താഴത്തെ നിലയിൽ 1500, രണ്ടാമത്തെ നിലയിൽ 1000, മൂന്നാമത്തെ നിലയിൽ 500. താഴത്തെ നിലയിൽ റൂം തരാം സർ. AC ആണ്. വേണ്ട, ഞമ്മക്ക് 4ാമത്തെ നിലയിൽ റൂം തന്നാ മതി. ക്ഷമിക്കണം സർ, ഈ ലോഡ്ജിൽ 3 നിലയേ ഉള്ളൂ. 3 നില ബിൽഡിംഗ്. താഴത്തെ റൂമിന് 1500, 2ാം നിലയിൽ 1000, 3ാം നിലയിൽ 500. ഓക്കെ, അപ്പൊ ടെറസിന്റെ മുകളിൽ കിടക്കാൻ പൈസ വേണ്ടാലോ. ഞമ്മക്ക് അവിടെ ഒരു പായ് വിരിക്കാൻ സ്ഥലം തന്നാ മതി. ഓക്കെ.